നമസ്കാരം. പ്രധാന വാർത്തകൾ. ടെസ്റ്റ് ഡ്രൈവിനിടെ വല്ലപ്പുഴ ചൂരക്കോട് നിന്നും ബുള്ളറ്റുമായി കടന്ന പ്രതി പിടിയിൽ. കോഴിക്കോട് ഫാറൂഖ് സ്വദേശി മുനീറിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് സമാനമായ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ്. ഗേറ്റും ജനലുകളും മോഷ്ടിക്കാനും കള്ളന്മാർ. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല ഹെൽത്ത് സെന്ററിന്റെ ഗേറ്റും ജനലുകളുമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് കെട്ടിടം. വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ അന്യരായി കഴിയേണ്ട അവസ്ഥയിൽ തെങ്കര കൈതച്ചിറ കൊമ്പംകുണ്ട് ആദിവാസി കുടുംബങ്ങൾ. ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ വീട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല. കൈവശമുള്ള ഭൂമിക്ക് രേഖ നൽകുകയോ രേഖയുള്ള സ്ഥലം മറ്റെവിടെയെങ്കിലും അനുവദിക്കുകയോ വേണമെന്ന് കുടുംബങ്ങൾ. ഒറ്റപ്പാലം RS റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാത്തത് നഗരസഭയുടെ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതിക്കും തടസ്സമാകുന്നു. 29 കോടിയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പദ്ധതിയാണ് പ്രതിസന്ധി നേരിടുന്നത്. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ തെരുവ് നായ കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം. ദമ്പതികൾക്കും മകനും പരിക്ക്. മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം ഏലംകുളം കുന്നക്കാവിൽ പ്രവർത്തനം ആരംഭിക്കും. തിങ്കളാഴ്ച മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകളിലേക്ക് വിശദമായി. ബുള്ളറ്റ് ടെസ്റ്റ് ഡ്രൈവിനിടെ വാഹനവുമായി കടന്നു കളഞ്ഞ പ്രതിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. കോഴിക്കോട് ഫാറൂഖ് സ്വദേശി മുനീറിനെയാണ് പട്ടാമ്പി CI അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മോഷ്ടിക്കപ്പെട്ട ബുള്ളറ്റും കണ്ടെടുത്തു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് കേസിനാസ്പദമായ സംഭവം. ഫേസ്ബുക്കിലൂടെ ബുള്ളറ്റ് വിൽപ്പനയ്ക്കുണ്ടെന്ന പരസ്യം കണ്ടാണ് പ്രതി മുനീർ വല്ലപ്പുഴ ചൂരക്കോടെത്തുന്നത്. തുടർന്ന് വിൽപ്പനയ്ക്കിട്ട ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്തു. ഇതിനിടെ ശ്രദ്ധ മാറിയതോടെ ഇയാൾ ബുള്ളറ്റുമായി കടന്നു കളയുകയായിരുന്നു. തുടർന്ന് വാഹന ഉടമ ചൂരക്കോട് സ്വദേശി ഷാഫി പരാതിയുമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് ഫാറൂഖിൽ നിന്നും പ്രതിയായ മുനീറിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കും കണ്ടെടുത്തു. പട്ടാമ്പി CI അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സമാനമായ കേസുകളും മോഷണ കേസുകളും തിരൂർ, പെരിന്തൽമണ്ണ അടക്കമുള്ള സ്റ്റേഷനുകളിൽ പ്രതിക്ക് നിലവിലുണ്ടെന്ന് പട്ടാമ്പി CI അൻഷാദ് പറഞ്ഞു. നമ്മളെ പരിസരത്തുള്ള എല്ലാ CCTV ക്യാമറകളും പരിശോധിച്ചാൽ ഇയാൾ ആദ്യം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയും തുടർന്ന് മറ്റൊരു വഴിയിലൂടെ വീണ്ടും കുപ്പം ഭാഗത്ത് പോയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് CCTV-കൾ നമ്മൾ നോക്കേണ്ട വന്നു. കാരണം ഇയാൾ ഉപയോഗിച്ച ഫോൺ നമ്പർ ഒരു പഞ്ചാബിലുള്ള അഡ്രസ്സായിരുന്നു. പക്ഷേ ഇയാൾ മലയാളമാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നിയിരുന്നു. കാരണം ഏതെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം അത്തരമൊരു ഫോൺ ഉപയോഗിച്ച് ഈ പ്രവൃത്തി ചെയ്തതെന്ന്. ഉടൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിരുന്നു. പക്ഷെ തുടർന്നുണ്ടായ നമ്മുടെ ഈ നിരന്തരമായിട്ട് ഇതിൻ്റെ പിന്നാലെ പോലീസ് ടീം പോയതോടെ മുനീർ എന്ന ആളിനെ നമുക്ക് മനസ്സിലായി ഇയാളാണ് ഇത് മോഷ്ടിച്ചതെന്ന്. ഇയാൾക്ക് ഇതിനു മുമ്പ് താനൂരും അതുപോലെ തിരൂര്, പെരിന്തൽമണ്ണ സ്റ്റേഷനുകളിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ SI ഹരിദേവ്, CPOമാരായ റിയാസ്, മിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല ഹെൽത്ത് സെന്ററിന്റെ ഗേറ്റും ജനലുകളും മോഷണം പോയി. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിന്റെ ഇരുമ്പ് ഗേറ്റും അലുമിനിയം ചാനലുകളുമാണ് മോഷണം പോയത്. പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകി. കൊറോണ കാലം വരെ 2 നഴ്സുമാരുടെ സേവനം ഹെൽത്ത് സെന്ററിൽ ലഭ്യമായിരുന്നു. കാഞ്ഞിരപ്പുഴ പാങ്ങോട് ആദിവാസി ഉന്നതിയിലെ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഗർഭിണികൾക്കുള്ള പരിരക്ഷ എന്നിവ ഹെൽത്ത് സെന്ററിൽ നൽകിയിരുന്നു. കൊറോണയ്ക്ക് ശേഷം ഇവിടേക്ക് ആരും വരാതെയായി. ഇതോടെ സാമൂഹ്യവിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും താവളമായി സെന്റർ മാറി. സ്വകാര്യ വ്യക്തി സൗജന്യമായി പഞ്ചായത്തിന് നൽകിയതാണ് ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം ഹെൽത്ത് സെന്ററിന് സമീപം ചില്ല് പൊട്ടിക്കിടക്കുന്നത് കണ്ടതോടെയാണ് ചില്ലിനെ പൊതിഞ്ഞ അലൂമിനിയം ചാനലും ഇരുമ്പുഗേറ്റും മോഷണം പോയത് പുറത്തറിഞ്ഞത്. പൊതുപ്രവർത്തകരായ അനൂപ്, ജോബി കോടിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് പരാതി നൽകി. കെട്ടിടം നവീകരിച്ച് ഹെൽത്ത് സെന്ററിന്റെ സേവനങ്ങൾ തുടർന്നും ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ പൂഞ്ചോലത്തെ ഹെൽത്ത് സെന്റർ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ഹെൽത്ത് സെന്ററിൽ ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്കും അതായത് ST മേഖലയാണ്, ഈ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമുള്ള ഒരു ഹെൽത്ത് സെന്ററാണ്. ഈ സെന്ററിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ചുറ്റുപാടും കാടുകൾ കിടക്കുന്നു. അതേപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധർ വന്ന് ജനൽപ്പാളികൾ തള്ളിക്കിടക്കുന്നു. അതിലൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റ് ഇവിടെ കാണാനില്ല.
ഇത്രയും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് സെന്ററിൽ ഈ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു കോവിഡിന് ശേഷം ഈ ഹെൽത്ത് സെന്ററിൽ ആരും വരാറില്ല, ആരും ഒന്നും തിരിഞ്ഞു നോക്കാറില്ല. ഈ മെമ്പറുടെ പൂർണ്ണമായ അനാസ്ഥകൾ കൊണ്ട് മാത്രമാണ് ഈ ഹെൽത്ത് സെന്റർ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ തെരുവ് നായ കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കോങ്ങാട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. നെല്ലിക്കുറിശ്ശി ആനപ്പള്ളിയാൽ ഭാഗത്ത് വെച്ച് തെരുവുനായ കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ദമ്പതികൾക്കും മകനുമാണ് പരിക്കേറ്റത്. കോങ്ങാട് കുണ്ടളശ്ശേരി എടപ്പറമ്പിൽ സുരേഷ് ബാബു, ഭാര്യ സജിനി, മകൻ അഭിരാം എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 പേരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലത്ത് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞ കേസുകളിൽ 4 ഉത്തരേന്ത്യക്കാർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശിയായ അമിത് കുമാർ, നിതീഷ് കുമാർ, ഭോല കുമാർ, രൺധീർ കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തിനിടെ മായന്നൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ട്രെയിനിന് നേരെ കല്ലേറുണ്ടായ 2 കേസുകളിലാണ് 4 പേരുടെ അറസ്റ്റ്. കഴിഞ്ഞ 18 പുലർച്ചെ 1:10 തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് നേരെയും കഴിഞ്ഞ ജൂലൈ 13 ഐലൻഡ് എക്സ്പ്രസിന് നേരെയും കല്ലെറിഞ്ഞ കേസിലാണ് നടപടി. തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്നയാൾക്ക് നിസ്സാര പരിക്കും ഏറ്റിരുന്നു. സംഭവത്തിൽ RPF പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. പാളത്തിനോട് ചേർന്ന് പോലീസ് സ്ഥാപിച്ചതുൾപ്പെടെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ബീഹാർ സ്വദേശിയായ 23-കാരനായ അമിത് കുമാർ, 19-കാരനായ നിതീഷ് കുമാർ, 23-കാരനായ ഭോല കുമാർ, 23-കാരനായ രൺധീർ കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിനിടെയാണ് കഴിഞ്ഞ ജൂലൈ 13 ഐലൻഡ് എക്സ്പ്രസിന് നേരെയും കല്ലെറിഞ്ഞതായി ഇവർ സമ്മതിച്ചത്. ഇവർ മായന്നൂർ പാലത്തിന് താഴെയെത്തി മദ്യപിക്കുന്നത് പതിവാണെന്നും ഇതിനുശേഷമാണ് കല്ലെറിയുന്നതെന്നുമാണ് RPFന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ 1 വർഷത്തിനിടെ പലവട്ടം മായന്നൂർ പാലത്തിന് സമീപം ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായി. കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ച് അട്ടിമറി ശ്രമം നടന്നതായും കണ്ടെത്തിയിരുന്നു. RPF പാലക്കാട് ഇൻസ്പെക്ടർ ക്ലാരി വത്സയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ അന്യരായി കഴിയേണ്ട സ്ഥിതിയാണ് തെങ്കര കൈതച്ചിറ കൊമ്പംകുണ്ട് ആദിവാസി ഉന്നതിയിലുള്ളവർക്ക്. 50 വർഷത്തിലേറെയായി താമസിക്കുന്ന ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ വീട് ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല. തങ്ങളുടെ കൈവശമുള്ള ഭൂമിക്ക് രേഖകൾ നൽകുകയോ രേഖയുള്ള സ്ഥലം മറ്റെവിടെയെങ്കിലും അനുവദിക്കുകയോ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവർ മന്ത്രി കെ രാജന് കത്ത് നൽകിയിരുന്നു. ഞങ്ങളൊരു 10-60 കൊല്ലത്തിൻ്റെ അടുത്തായി ഞങ്ങളിവിടെ താമസം. തന്നെ തള്ളേരൊക്കെ മുന്നേ ഒരുപാട് കാലങ്ങളായി താമസം തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ 10-60 കൊല്ലത്തിൻ്റെ അടുത്തായി. പിന്നെ ഇതിനൊരു സാധനങ്ങളും ഇല്ല, പട്ടയങ്ങളും ഇല്ല, കണകുണൊന്നുമില്ല. അങ്ങനെ വന്ന് താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്തായാലും കിട്ടുകയാണെങ്കിൽ നമുക്കത് കിട്ടുകയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരമായി. ഈ സ്ഥലം ഇങ്ങനെ ഇപ്പോൾ ഒരു 10-17 വീടുള്ളല്ലോ ഇവിടെ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെ ആരുമില്ല, ഒക്കെ രാവിലെ ഒക്കെ നേരം പോലത്തെ എല്ലാവരും പണിക്കും പോയി. തെങ്കര കൈതച്ചിറ കൊമ്പംകുണ്ടുന്നതിയിൽ 17 കുടുംബങ്ങളുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവർക്ക് ഭൂമിയുടെ ആധാരമോ പട്ടയമോ ഇല്ല. മിച്ചഭൂമി കേസുള്ള ഭൂമിയായതിനാൽ ഇവർക്ക് പതിച്ചു കൊടുക്കാനും കഴിയാത്ത സ്ഥിതിയാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടുകൾ ഏതു സമയവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. ഉന്നതിയിലെ മഹേഷും കുടുംബവും താമസിക്കുന്ന വീടിന്റെ ഭിത്തികൾ പലയിടങ്ങളിലും പൂർണ്ണമായി തകർന്ന് എപ്പോൾ വേണമെങ്കിലും വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത്. ചെറിയ കുട്ടി ഉൾപ്പെടെയുള്ള മഹേഷിന്റെ കുടുംബം ഈ കെട്ടിടത്തിലാണ് കഴിയുന്നത്. മിക്ക വീടുകളും സ്ഥിതി ഇതുപോലെ തന്നെയാണ്. സ്ഥലത്തിന് പട്ടയമില്ലാത്തതിനാൽ പഞ്ചായത്തിൽ നിന്ന് വീടോ അറ്റകുറ്റപ്പണിക്ക് പണമോ അനുവദിക്കാൻ കഴിയുന്നില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായാൽ ഇവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടിയും വരും. ഇവരുടെ ഭൂമിക്ക് രേഖകൾ നൽകുകയോ വേറെ ഭൂമി കണ്ടെത്തുകയോ വേണമെന്നാവശ്യപ്പെട്ട് ഉന്നതിയിലുള്ളവർ മന്ത്രി കെ രാജന് കഴിഞ്ഞ ദിവസം കത്ത് നൽകി. വിഷയത്തിൽ ഇടപെട്ട് കഴിയുന്നത് ചെയ്യാമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ഉന്നതിയിലുള്ളവർ. ഒറ്റപ്പാലം RS റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റെയിൽവേ അനുമതി നൽകാത്തത് നഗരസഭയുടെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതിക്കും തടസ്സമാകുന്നു. 29 കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന നഗരകേന്ദ്രീകൃത മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പദ്ധതിയാണ് പ്രതിസന്ധിയിൽ. റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്ന RS റോഡ് പള്ളം പ്രദേശത്തിന്റെ വാടക കുടിശ്ശിക നഗരസഭ അടയ്ക്കാത്തതിന്റെ പേരിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്നത്. ഈ റോഡിലൂടെയാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. റോഡ് പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റെയിൽവേയുടെ അനുമതി വേണം. തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണത്തിനുള്ള നഗരസഭയുടെ പദ്ധതിയും അനിശ്ചിതത്വത്തിലാണ്.
വാടക ഇനത്തിൽ 21.63 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് റെയിൽവേ നഗരസഭയ്ക്ക് നൽകിയ കത്തിലെ ആവശ്യം. നഗരസഭയുടെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രതിദിനം 15 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയാവുന്ന പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകൾക്കിടയിൽ 560 ചേംബറുകൾ നിർമ്മിച്ചാണ് മലിനജലം ശേഖരിക്കുക. വലിയ പൈപ്പ് ലൈനുകൾ വഴി സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മലിനജലം ചേംബറുകളിലെത്തിക്കും. ഇത് പിന്നീട് പ്ലാന്റിലേക്ക് പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം കാർഷിക നിർമ്മാണ മേഖലകൾക്ക് പ്രയോജനപ്പെടുത്തും. വാഹനത്തിരക്കേറിയ മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഭാഗത്ത് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ നടപ്പാലം വരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത സഹമന്ത്രി അജയ് ടാംട്ടയുടെ ഓഫീസാണ് നടപ്പാലം നിർമ്മാണത്തിന് അനുമതി നൽകിയത്. MES കല്ലടി കോളേജിന് പുറമെ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ, MES ഹയർ സെക്കൻഡറി സ്കൂൾ, കല്ലടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 4000-ലേറെ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തുന്നത്. ഏതു സമയത്തും വാഹനത്തിരക്കുള്ള ഇവിടെ റോഡ് മുറിച്ചു കടക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന സ്ഥിതിയാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയായ സുബർഷ് സോണിയുടെ ശ്രമഫലമായാണ് മേൽപ്പാലത്തിന് അനുമതി ലഭിച്ചത്. വിദ്യാർത്ഥികളും മറ്റും അനുഭവിക്കുന്ന ദുരവസ്ഥ വിവരിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലോക്സഭാ MP പ്രശാന്ത് യാദവ് റാവു പടാലയ്ക്ക് ഡൽഹിയിൽ ഉദ്യോഗസ്ഥനായ സുഹൃത്ത് വഴി സുബൈർ കത്തയക്കുകയും MP അത് മന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് നടപ്പാലം നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത്. നടപ്പാലത്തിന് അനുമതി ലഭിച്ചതോടെ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം ഏലംകുളം കുന്നക്കാവിൽ ഓഗസ്റ്റ് 25-ന് തിങ്കളാഴ്ച മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഫിഷറീസ് വകുപ്പാണ് മത്സ്യസേവന കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് ഫിഷറീസ് ഓഫീസർമാരും സംരംഭകരും പുലാമന്തോളിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്ക് ആവശ്യമായ ലാബും കൺസൾട്ടൻസി സർവീസും അക്വാട്ടിക് ഇൻപുട്ട് സർവീസും ഉൾപ്പെടെ പ്രവർത്തന സജ്ജമാക്കുന്ന പദ്ധതിയാണ് മത്സ്യസേവന കേന്ദ്രം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മത്സ്യസേവന കേന്ദ്രം. ഈ പദ്ധതി പ്രകാരം ഫിഷറീസ് വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം തിങ്കളാഴ്ച ഏലംകുളം കുന്നക്കാവിൽ പ്രവർത്തനം ആരംഭിക്കും. കുന്നക്കാവ് ടൈം സ്ക്വയർ കോംപ്ലക്സിലാണ് മത്സ്യസേവന കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 25-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മന്ത്രി V. അബ്ദുറഹ്മാൻ മത്സ്യസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിലമ്പൂർ മത്സ്യഭവൻ ഓഫീസർ ശിഹാബുദ്ദീൻ മച്ചിങ്ങൽ, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ജില്ലാ പ്രോഗ്രാം മാനേജർ കൃപ NV, അക്വാകൾച്ചർ പെരിന്തൽമണ്ണ ക്ലസ്റ്റർ പ്രൊമോട്ടർ VM നവാസ്, അക്വ പോയിന്റ് മത്സ്യസേവന കേന്ദ്രം കോർഡിനേറ്റർ M. ഹംസക്കുട്ടി എന്നിവർ പദ്ധതി സംബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മത്സ്യ കർഷകർക്ക് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധ ഉപദേശം ലഭിക്കുക, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ പ്രാഥമികമായിട്ടുള്ള രോഗങ്ങൾ കണ്ടെത്തി അതിന് ചികിത്സകൾ നൽകുക, പിന്നെ ജല ഗുണനിലവാര പരിശോധന, പിന്നെ മണ്ണ് പരിശോധന, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ ഗുണനിലവാര പരിശോധന, ഇതൊക്കെയാണ് ഈ സേവന കേന്ദ്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ലാബും കൺസൾട്ടൻസി സർവീസും അക്വാട്ടിക് ഇൻപുട്ട് സർവീസും രൂപീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുന്ന പദ്ധതിയാണ് മത്സ്യസേവന കേന്ദ്രം. മലപ്പുറം ജില്ലയിൽ ഒരു യൂണിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഏക സ്ഥാപനമാണ് കുന്നക്കാവിൽ ആരംഭിക്കുന്നത്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഫിഷറീസ് വകുപ്പ് 40% സബ്സിഡി നൽകും. മത്സ്യ കർഷകർക്ക് വേണ്ടിവരുന്ന ജല ഗുണനിലവാര പരിശോധനയും മത്സ്യരോഗ നിർണയവും നടത്താൻ മത്സ്യസേവന കേന്ദ്രത്തിൽ സാധ്യമാകും. മത്സ്യകൃഷിക്ക് പ്രധാന ഘടകമായ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുക, ജലത്തിലും മത്സ്യ ഇനങ്ങളിലും അടങ്ങിയിട്ടുള്ള രോഗകാരണങ്ങൾ കണ്ടെത്തുകയും അതുവഴി മത്സ്യ കർഷകർ നേരിടുന്ന കാർഷിക നഷ്ടം ലഘൂകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ലാബുകൾ അടക്കമുള്ള സംവിധാനങ്ങളോടൊപ്പം കർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകാവുന്ന സൗകര്യങ്ങളും കർഷകർക്ക് സ്വയം വാങ്ങി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളും ലഭ്യമാക്കും. മത്സ്യങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലുള്ള തീറ്റ, മരുന്നുകൾ, പ്രോബയോട്ടിക്സ് എന്നിവയിൽ മത്സ്യ കർഷകർക്ക് അവബോധം നൽകുന്നതിനും അക്വാകൾച്ചർ ഇൻപുട്ട് സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ സേവനം ലഭ്യമല്ലാത്ത സമീപ ജില്ലകളിലെ കർഷകർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഈ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം കുടിവെള്ള പരിശോധനയ്ക്കും സംവിധാനമുണ്ട്. ഘട്ടം ഘട്ടമായി കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്.
ചെത്തല്ലൂർ ഇളങ്കുന്ന് പരനെല്ലി ഭാഗത്ത് മനുഷ്യവിസർജ്യം തള്ളി. വാഹനത്തിൽ കൊണ്ടുവന്ന മാലിന്യം കൃഷിയിടത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിവിട്ടിട്ടുള്ളത്. ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. CCTV ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾക്കൊരുങ്ങി ഗ്രാമപഞ്ചായത്തും പോലീസും. ഇളങ്കുന്ന് പരനെല്ലി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്കാണ് മാലിന്യം ഒഴുക്കിവിട്ടുള്ളത്. റോഡിൽ വാഹനം നിർത്തി മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം പമ്പ് ചെയ്തതായാണ് നിഗമനം. റബ്ബർ, തെങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള വിളകളാണ് കൃഷിയിടത്തിലുള്ളത്. ഇതിന് ചുവട്ടിൽ വൻതോതിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. കൃഷിയിടത്തിലേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയായെന്ന് കർഷകൻ വീരാൻചോലയിൽ പറയുന്നു. ഓരോ രാത്രി വെളുക്കുമ്പോഴും പലവിധത്തിലുള്ള മാലിന്യങ്ങളാണ് ഇവിടെ എത്തുന്നത്. ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും വീരാൻ ആവശ്യപ്പെട്ടു. ഈ പ്രദേശത്ത് ഈ മാലിന്യമൊന്നും അല്ല, പല മാലിന്യം, അറബ് മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യം, മീൻ മാലിന്യം, അങ്ങനെ കുട്ടികളുടെ പാമ്പികൾ, അങ്ങനെ വീട്ടു ഉപകരണങ്ങളെല്ലാം തലചുമടായിട്ടും വണ്ടിക്കായിട്ടും ടാങ്കറിനായിട്ടും ഇവിടെ സ്ഥിരമായി കൊണ്ടുവരുന്നതാണ്. ഇവിടെ ആൾപ്രദേശമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട തച്ചനാട്ടുകര പഞ്ചായത്ത് അവരുകളോടും ആക്ഷൻ മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു ക്യാമറ വെച്ച് തന്നാൽ കുറേ ഞങ്ങൾക്കൊരു സ്വൈരമായിട്ടുള്ള ജീവിതം നയിക്കാം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഇവിടെ 100 മീറ്റർ അപ്പുറം പോയാൽ ഇവിടെ ഒരു പഞ്ചായത്ത് കുളമുണ്ട്. അവിടെ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്നൊരു കുളമാണ്. അത് പഞ്ചായത്തിൻ്റെ തന്നെ കുളമാണ്. അതിൽ കാണി മാലിന്യം പുള്ളു വലിച്ചിറങ്ങുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, വാർഡംഗം ഇല്യാസ് കുന്നുംപുറം, നാട്ടുകൽ ഹെൽത്ത് ഇൻസ്പെക്ടർ C ബാലകൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ A പ്രിയൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തേക്ക് വരുന്ന ഭാഗങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. പോലീസിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായി പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. ഇളങ്കുന്ന പരനെല്ലി ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ അടിയന്തരമായി സ്ഥാപിക്കുമെന്ന് KPM സലീം അറിയിച്ചു. മനുഷ്യ മാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്ന് സ്വകാര്യ വ്യക്തിയുടെ തൊടിയിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകൽ പോലീസിൻ്റെയും സഹകരണത്തോടു കൂടി തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന ഒരു മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഗൗരവമായി ആലോചിക്കുകയും അടിയന്തരമായുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് അറിയിക്കാനുള്ളത്. കുത്തനെയുള്ള ഭാഗത്തേക്കാണ് മാലിന്യം ഒഴുക്കിവിട്ടിട്ടുള്ളത്. താഴെ ജനവാസ മേഖലയാണ്. ഇവർക്ക് ദോഷം വരാത്ത രീതിയിൽ മാലിന്യം സംസ്കരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ C ബാലകൃഷ്ണൻ അറിയിച്ചു. മഞ്ഞപ്പിത്തമാണെങ്കിലും ടൈഫോയിഡ് ആണെങ്കിലും അതിനെല്ലാം കാരണമാകുന്ന രീതിയിലാണ് ഈ രീതിയിൽ മനുഷ്യ മാലിന്യം ഈ സ്ഥലത്ത് നിക്ഷേപിക്കുകയും മഴ പെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുടിവെള്ള സ്രോതസ്സിലേക്ക് ഇത് ഒഴുകിയെത്തി ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ നിയമവകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഡിസ്പോസ് ചെയ്യുന്നതിന് കുഴിയെടുത്ത് വലിയ കുഴിയെടുത്ത് അതിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശാസ്ത്രീയമായ രീതിയിൽ നശിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ഈ ഭാഗത്ത് വൈദ്യുതി കടന്നു പോകാത്തതിനാൽ സോളാർ സംവിധാനത്തോടെ പ്രവർത്തിക്കാവുന്ന രീതിയിൽ ക്യാമറയും ലൈറ്റും സ്ഥാപിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദ വേദിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം 2025 K ബാലകൃഷ്ണന് നൽകി. ചെർപ്പളശ്ശേരി ശബരി ഹാളിൽ നടന്ന ചടങ്ങ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ മികവ് പരിഗണിച്ചാണ് K ബാലകൃഷ്ണൻ മാസ്റ്ററെ മലബാർ സൗഹൃദ വേദി ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെർപ്പളശ്ശേരി ശബരി ഹാളിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ P മമ്മിക്കുട്ടി MLA പുരസ്കാര സമർപ്പണം നടത്തി. വിവിധങ്ങളായുള്ള മേഖലകളിലെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന് എത്രത്തോളം പ്രയോജനം ചെയ്തു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാരത്തിന് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത്. പ്രഗത്ഭരായുള്ള ജൂറിയാണ് വിവിധ മാനദണ്ഡങ്ങളുടെ പരിശോധന അടിസ്ഥാനത്തിൽ ഈ അവാർഡ്, ഈ പുരസ്കാരം അതിന് ഏറ്റവും അർഹനായിട്ടുള്ള ആൾ ബാലകൃഷ്ണൻ മാഷാണ് എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായി. KB രാജാനന്ദ് പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കർഷകൻ KM ഹനീഫ കല്ലൂരിനെ ആദരിച്ചു. CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ്, കോൺഗ്രസ് നേതാവും മുനിസിപ്പൽ കൗൺസിലറുമായ KM ഇസാക്ക്, BP വിനോദ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KA ഹമീദ്,
ദേശീയ ശിശു സൗഹൃദ പുരസ്കാര ജേതാവ് KR രവി, ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് P ജയൻ, ബിജുമോൻ പന്തീരുകുലം, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, P ശ്രീകുമാർ, ഡോക്ടർ K അജിത്, എഴുത്തുകാരൻ VA രാജൻ ഏഴക്കാട്, K രാജ്മോഹൻ, ഹുസൈൻ കല്ലൂർ, C ജയകൃഷ്ണൻ, ശാലിനി മുരളി, മുൻ AEO പ്രകാശ് നാരായണൻ, ഗോപൻ ഏഴക്കാട്, വിജയൻ കടാങ്കോട്, TP ഹരിദാസൻ, V രാമൻകുട്ടി, V സത്യനാരായണൻ, NK മുസ്തഫ, ദിനേശൻ എഴുവന്തല, ചെർപ്പളശ്ശേരി സൗത്ത് ALP സ്കൂൾ പ്രധാനാധ്യാപിക നിഷ, പുരസ്കാര ജേതാവ് K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. LSS നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും വിവിധ പരിപാടികൾ കോളേജിൽ നടപ്പാക്കാനും സംഗമത്തിൽ തീരുമാനിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളെ ശക്തിപ്പെടുത്തുന്നതിനും പ്രവർത്തനം സജീവമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതോടൊപ്പം ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും കണ്ടെത്തി കൂട്ടായ്മയുടെ ഭാഗമാക്കുകയുമാണ് ലക്ഷ്യം. പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാർത്ഥി സംഗമം PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ പക്ഷെ നമ്മുടെ ഈ കൊണ്ടുവരാനിലെ വിവിധ പ്രദേശങ്ങളിൽ കുറ്റപ്പാലത്തിൽ ഇന്ന് വേണ്ട മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒന്നാമത് എന്നാൽ ഇങ്ങനെ കുന്നംകുളം ജില്ല വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് എത്രയോ പതിറ്റാണ്ടുകളായി ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ വളരെ പ്രൗഢഗംഭീരമായ ക്യാമ്പസാണ്. നമ്മളെല്ലാം കൂടിയ എത്രയോ പ്രസംഗങ്ങൾ, എത്രയോ ഒത്തുകൂടികൾ, എത്രയോ കലാപരിപാടികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചതുപോലെ. അതുകൊണ്ട് ഇതിന്റെ ചെയ്തുള്ള കലാലയം ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ കോളേജ് പോലെ വളരെ കലയോടുകൂടി നിലകൊള്ളുന്ന ഈ ക്യാമ്പസ് 100 വർഷത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഒത്തുകൂടൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓർമ്മകൾ പുതുക്കാൻ, നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിടാനും അതിനപ്പുറത്തേക്ക് ക്യാമ്പസിന്റെ പുരോഗതിക്ക് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നൂതനമായ പദ്ധതികളും ഒരുപാട് പ്രവർത്തനങ്ങളുമെല്ലാം. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രാജലക്ഷ്മി അധ്യക്ഷയായി. മുഹമ്മദ് മുഹസിൻ MLA മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, കൗൺസിലർ റുക്കിയ, വൈസ് ചെയർമാൻ TP ഷാജി, VT ശോഭന, അലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുചർച്ച, ഭാരവാഹി തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയും ഉണ്ടായി. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിലെ A ക്ലാസ് അംഗങ്ങളായ 800-ലധികം കർഷകരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മാതൃകയായി. ബാങ്കിലെ A ക്ലാസ് അംഗങ്ങളിൽ മുഴുവൻ കർഷകരെയും ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. 800-ലധികം കർഷകരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ആദരിക്കൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആകുക എന്ന് പറയുന്നത് സന്തോഷം വരുമ്പോൾ അത് എന്നേക്കുമായിട്ട് ഉണ്ടാകും എന്ന് കരുതാൻ പാടില്ല. സന്താപം വരുമ്പോൾ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നും കരുതാതെ അനുകൂല പ്രതികൂല കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ കാതലായ സ്വഭാവത്തിന്റെ സവിശേഷത. എന്നാൽ അത് തന്നെയാണ് കൃഷിയും. കൃഷിയിൽ ഒറ്റയടിക്ക് ലാഭം കൊയ്യാം എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. കൃഷിക്ക് ഏതെങ്കിലും 1-2 വർഷം എന്തെങ്കിലും ഒരു കെടുതി സംഭവിച്ചാൽ കാലാകാലം അതിൽ തന്നെ നിലനിൽക്കും എന്നും ഒരാൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ ഉയർച്ച താഴ്ചക്കിടയിൽ നമുക്ക് ലാഭം ഉണ്ടാകും, നമുക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ തൊട്ടടുത്ത് വരുന്ന ഒരു കെടുതി ഇതെല്ലാം മലവെള്ള പാച്ചിൽ പോലെ ഒഴുകി പോയിട്ടും ഉണ്ടാകും. ജീവിതത്തിനോട് ഇത്രയധികം അടുത്ത് നിൽക്കുന്ന മറ്റൊരു ഉദാഹരണം ഇല്ലാത്തത് കൊണ്ടാണ് ബഷീർ മാഷ് ക്ഷമ അത് അനിവാര്യമായ ഒരു ഘടകമാണ് ജീവിതത്തിൽ. ആ ക്ഷമ ഏറ്റവും കൂടുതൽ എടുത്തു ഉപയോഗിക്കേണ്ടത് കൃഷിയിലാണ് എന്നും അതിന്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് ഒരു കാലത്ത് എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും ശരി അത് പിടിവിടാതെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല കർഷകർ എന്നുള്ള നിലയ്ക്ക് മാതൃകാപരമായി നല്ല ഒരു ജീവിതത്തിന്, കലർപ്പില്ലാത്ത മായമില്ലാത്ത ഒരു ജീവിതത്തിന് നേതൃത്വം കൊടുക്കാനും ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു.
അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തത് ഇപ്പോ കുട്ടിക്ക് ജോലി കിട്ടിയിട്ടില്ല, കേൾക്കുന്ന വീട് കടപ്പാടില്ല പോകുന്ന അവസ്ഥയാണ് സഹായിക്കുന്നത്. ഇങ്ങനെ വലിയ പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് പല ആളുകളും ഇതിന്റെ മുന്നിലേക്ക് വരാറുള്ളത്. പക്ഷേ അത്തരം ബാങ്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടുത്തെ പറഞ്ഞു പോയ കാര്യങ്ങൾ ഞാൻ തന്നെ ഒരു അത്ഭുതത്തോടെയാണ് ഞാനൊക്കെ കേട്ടത്. കാരണം ഇപ്പൊ നമ്മളിവിടെ കണ്ടെത്തുന്നത് അങ്ങനെ മറ്റൊക്കെ മനുഷ്യനെ പിടിഞ്ഞ് അവന്റെ സ്വത്തും മുതലും ഒക്കെ ഒരു പക്ഷെ ഒന്നടിച്ച് അങ്ങനത്തെ വേണമെങ്കിൽ പറയല്ലേ. ഒരു ഹൗസിംഗ് ലോണൊക്കെ നമ്മളൊരു 20-25 ലക്ഷം ഹൗസിംഗ് ലോൺ എടുത്താൽ അത് തിരിച്ചടച്ച് അതിന്റെ ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ ഏകദേശം 1 കോടി രൂപയോളം ആ ലോൺ എടുത്ത എമൗണ്ടും അതിന്റെ പലിശയും തിരിച്ചടയ്ക്കുന്ന അവസ്ഥയിലേക്ക് സാധാരണക്കാർ എത്തിച്ചേരാറുണ്ട്. KPCC സെക്രട്ടറി വി ബാബുരാജ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ C ഇർഷാദ്, മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി നാലകത്ത് ബഷീർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി നാസർ കാരാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ, C അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, മുഹമ്മദ് ഹനീഫ പടിപ്പുര, V മുഹമ്മദ് സമീർ, V അജിത് കുമാർ, സുരാദേവി ER, സുൽഫത്ത് ബീഗം, റജീന അൻസാർ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഹാൻഡ് സർജറി ദിനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ഷോൾഡർ, ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കൈകളുടെ ആരോഗ്യം സംരക്ഷിക്കുകയും കൈ ശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുകയും കൈ ശസ്ത്രക്രിയ വിദഗ്ധരുടെ സേവനങ്ങളെ ആദരിക്കുകയുമാണ് ഈ ദേശീയ ഹാൻഡ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപകടത്തിൽ കൈക്കും വിരലുകൾക്കും സംഭവിക്കുന്ന പരിക്കുകൾക്ക് പ്രഥമ ശുശ്രൂഷ, അറ്റുപോയ അവയവങ്ങൾ ആശുപത്രിയിലെത്തിക്കേണ്ട ശരിയായ രീതികൾ എന്നിവയെ ബന്ധപ്പെടുത്തി ശില്പശാലയിൽ പ്രത്യേക പ്രദർശന വിവരണ ക്ലാസുകൾ നടന്നു. കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജന്മാരായ ഡോക്ടർ തുഷാര KR, ഡോക്ടർ ജിതിൻ ജോസ് തോമസ്, ഡോക്ടർ മുഹമ്മദ് നജീബ് കൊല്ലേരി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ഈ സംഭവം എല്ലാ കേസിലും നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. കുറേയൊക്കെ നമുക്ക് ഇതുപോലെ നേരത്തെ കണ്ട ഇതുപോലുള്ള പരിക്കുകൾ ഇതുപോലൊക്കെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അതുപോലെ തിരിച്ചു വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ മുറിഞ്ഞ ഭാഗങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ ഡോക്ടർ ജിതിൻ പറയും. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഭാഗം നമ്മൾ സൂക്ഷിച്ചു വെക്കുക, കളയാതിരിക്കുക. എത്ര ചെറുതാണെങ്കിലും അത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ തൂങ്ങി നിൽക്കുന്നുണ്ടാവും, അതൊരു ഭദ്രമായിട്ട് കെട്ടിയിട്ട് കൈ ഉയർത്തി വെച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ എല്ലുകൾ മുറിഞ്ഞിരിക്കുകയാണ്. ഇതുപോലത്തെ തൊട്ട് ഫുള്ള് അറ്റു പോകുന്ന വരെയുള്ള നമ്മൾ കാണാറുണ്ട്. ഇതുപോലത്തെ പരിക്കുകളിൽ ഈ മടക്കുന്ന തണ്ടുകൾ, നീട്ടുന്ന തണ്ടുകൾ, ഇതിനെല്ലാം പരിക്കുണ്ടാവും. ഇതൊക്കെ നമുക്ക് പഴയ രീതിയിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമാവില്ല. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. ഈ തള്ളവിരലിൻ്റെ ഈ ജോയിന്റിൽ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വള്ളികളുണ്ട്. ഇതിന് ഇങ്ങോട്ട് പോവാതിരിക്കുമ്പോൾ കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വള്ളിയാണ് ഇവിടെ. അതിൽ കാണുന്നില്ല, ഇങ്ങനെ വള്ളിയുണ്ടാവും. തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്ത് വള്ളിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വീഴുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വള്ളി പൊട്ടിപ്പോകും. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പരിക്കാണ്. ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ വള്ളി അങ്ങോട്ട് പൊട്ടിപ്പോകും. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സർജറി റിപ്പയർ ചെയ്യേണ്ട കാര്യമാണ്. ബാക്കിയുള്ള ഇങ്ങനത്തെ പരിക്കുകളൊക്കെ നമുക്ക് ഒന്ന് നേരാക്കി പിടിച്ചിട്ട് കുറച്ച് നേരം പ്ലാസ്റ്റർ ഇട്ട് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ റെഡിയാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പരിക്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരാം. അപ്പോൾ അതിന് MRI സ്കാനൊക്കെ എടുത്തിട്ട് ആ ലിഗമെന്റിന്റെ പരിക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതിൻ്റെ അകത്ത് കുറച്ച് കട്ട് ഇഞ്ചുറി ആണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു പീസായിട്ട് അങ്ങനെ പോകും. ആ പീസായിട്ട് പോയിട്ട് അത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ, അത് കുറച്ചുകൂടി ശരിയാക്കാൻ വേറെ തണ്ടുകൾ എടുക്കേണ്ടി വരും കയ്യിൽ. അങ്ങനെ എടുത്താലും അതിന് നമ്മുടെ നോർമലായിട്ട് ദൈവം തന്നതുപോലെ നമുക്കത് കിട്ടില്ല. കുറച്ച് വ്യത്യാസമായിരിക്കും, പക്ഷെ നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. പിന്നെ മാക്സിമം നമ്മൾ വി വർക്ക് വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ഹെൽപ്പും വെച്ച് നമുക്ക് നല്ല റിസൾട്ട് സാധാരണ കിട്ടാറുണ്ട്. അതെ, തെറാപ്പി ചെയ്തിട്ട് അത് ഏത് സർജറി അനുസരിച്ചിരിക്കും. ആ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അതനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് തെറാപ്പിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതനുസരിച്ചുള്ള സ്പെഷ്യൽ സ്പ്ലിന്റുകൾ, അതനുസരിച്ചുള്ള സ്പെഷ്യൽ മൂവ്മെന്റുകൾ. ഫ്രാക്ചർ ആണെങ്കിൽ വേറെ മൂവ്മെന്റ് ആണ്, വിരലിന്റെ തണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ വേറെ മൂവ്മെന്റ് ആണ്. ഇപ്പം നമ്മൾ വിരൽ തുന്നി ചേർക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അത് ചെയ്യുള്ളൂ. അതെല്ലാം അനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് തെറാപ്പി കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ. ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമ കെയർ പ്രവർത്തകർ, ബ്ലഡ് ഡൊണേഴ്സ് കേരള പ്രവർത്തകർ, വുമൺസ് സേവ് വളണ്ടിയർമാർ,
പൈൻ ആൻഡ് പാലിയേറ്റീവ് വളണ്ടിയർമാർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് പുതിയ കുറേ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ട്. അവർക്ക് നല്ലൊരു അനുഭവമാണ്. കൂടുതൽ വളരെ വിശദമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഇതിലൂടെ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് അവരെ അവയവങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്താൽ അത് പുതിയൊരു ഇതിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിലൊരു പ്രതീക്ഷയും കൂടിയാണ്. എന്തായാലും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിരവധി പേര് ആംബുലൻസ് ഡ്രൈവേഴ്സ് പെരുന്തമണ്ണയിലുള്ള മറ്റുള്ള ഭാഗത്തുനിന്ന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് നിരന്തരം മൽഷിഫ ഹോസ്പിറ്റലിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ ഒരുപാട് ആളുകൾക്ക് ആംബുലൻസ് ഡ്രൈവേഴ്സിന് ഉപകാരം ഉണ്ടാവട്ടെ. പുതുതായിട്ടും പഴയതായിട്ടുള്ള ഒരുപാട് ഡ്രൈവർമാർക്ക് ഒരുപാട് ഉപകാരമുള്ള പൊതുജനങ്ങൾക്കും ഒരുപാട് ഉപകാരമുള്ള ഒരു സന്ദേശമാണ് അവർ നൽകുന്നത്. അതിനുവേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് കിംസ് അൽഷിഫയിലെ ഷോൾഡർ ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ജലീൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് NS, ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ KE എന്നിവർ സംസാരിച്ചു. 7000-ലധികം ഹാൻഡ് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ സമഗ്ര ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി വിഭാഗമാണ് കിംസ് അൽഷിഫയിൽ പ്രവർത്തിക്കുന്നത്. ജന്മനാൽ കുട്ടികളിൽ കാണപ്പെടുന്ന വൈകല്യങ്ങൾ, കൈകളുടെ ചലനശേഷിക്കുറവ്, നാഡീഞരമ്പിനേറ്റ പരിക്കുകൾ മൂലം കൈകാലുകൾക്കുണ്ടാകുന്ന സ്വാധീനക്കുറവ്, കൈവിരലുകളുടെ ചലനക്കുറവ്, കൈയിലെ എല്ലുകൾക്കും സന്ധികൾക്കും ഉണ്ടാകുന്ന പരിക്കുകൾ, കൈത്തണ്ടയ്ക്ക് പരിക്ക് കാരണമോ തേയ്മാനം കാരണമോ ഉണ്ടാകുന്ന വേദന, കൈകളിൽ ഉണ്ടാകുന്ന മുഴകൾ എന്നിവയ്ക്ക് ഇവിടെ ചികിത്സ ലഭ്യമാണ്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. കുറഞ്ഞ വിലയിൽ മികച്ച ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ സുവർണാവസരമൊരുക്കി നെല്ലായിലെ PTM ഫർണിച്ചർ. ഓണം, റബിയുൽ അവൽ പ്രമാണിച്ച് 50% വരെ ഡിസ്കൗണ്ടിലാണ് നെല്ലായിലെ PTM ഫർണിച്ചറിൽ ഫർണിച്ചറുകൾ നൽകുന്നത്. നെല്ലായ പള്ളിപ്പടിയിൽ 36 വർഷമായി പ്രവർത്തിക്കുന്ന PTM ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസിലാണ് ഓണം, റബിയുൽ അവൽ പ്രമാണിച്ച് മികച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് PTM ഫർണിച്ചർ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകളായതിനാൽ തന്നെ ഏറ്റവും മികച്ച ഗുണനിലവാരം ഇവർ ഉറപ്പു നൽകുന്നു. പുതുപുത്തൻ ട്രെൻഡിംഗ് മോഡലുകളിലുള്ള സോഫ സെറ്റുകൾ, ബോക്സ് കട്ടിലുകൾ, ഗ്ലാസ് ടോപ്പ്, മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ, രാജധാനി ചെയറുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ കിടക്കകൾ, ബോർഡ് അലമാരകൾ തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും 50% വരെ വിലക്കുറവിലാണ് ഇപ്പോൾ നൽകുന്നത്. കൂടാതെ റെഫ്രിജറേറ്ററുകൾ, മിക്സർ, ഗ്രൈൻഡർ, ആൻഡ്രോയിഡ് സ്മാർട്ട് TVകൾ, ഫാൻ, കൂളർ, അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം മികച്ച വിലക്കുറവിൽ PTM ഫർണിച്ചറിൽ ഒരുക്കിയിട്ടുണ്ട്. വർഷത്തെ പ്രവർത്തനത്തിൽ ഉപഭോക്താക്കൾ നൽകിയ സഹകരണവും വിശ്വാസവുമാണ് PTM ഫർണിച്ചറിൻ്റെ വിജയമെന്നും ഓണം, റബിയുൽ അവൽ പ്രമാണിച്ച് ഒരുക്കിയ ഈ ഓഫർ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും PTM ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് ഉടമ ഉമ്മർ പറഞ്ഞു. പുതിയ ഓഫറിൽ നല്ല ഓഫറിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഓണം പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട് സെയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അതുമാതിരി തേക്കിൻ്റെ കട്ടിലാണ് നിങ്ങൾ കാര്യമായിട്ട് കൊടുക്കുന്നത്. കുറഞ്ഞ കട്ടിൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ കുറഞ്ഞ കട്ടിലല്ല, നമ്മൾ കാര്യമായിട്ട് തേക്കിൻ്റെ കട്ടിലാണ് നമ്മളടുത്ത്. നമ്മളെ ഷെഡിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ്, ഇറക്കുന്ന സാധനങ്ങളല്ല. നമ്മൾ തന്നെ ഇവിടെ പണിയെടുപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് കൊടുക്കുന്നത്. എല്ലാവിധ സോഫകളും നമ്മൾ ഓണം റബിയുൽ അവൽ പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചർ എല്ലാം കൂടി 50% വരെ ഓഫർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാവിധ ഫർണിച്ചറുകളും കൂടി നമ്മളടുത്തുള്ള റക്കറോ സെറ്റുകളുണ്ട്, പില്ലോ ടൈപ്പ് സെറ്റുകളുണ്ട്, തേക്കിൻ്റെ നല്ല വുഡൻ സെറ്റുകളുണ്ട്. എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓണം റബിയുൽ അവൽ പ്രമാണിച്ച് നമ്മൾ ഫർണിച്ചറുകളൊക്കെ നമ്മൾ 10% മുതൽ 50% വരെ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 36 വർഷമായിട്ട് നെല്ലായിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്.
കസ്റ്റമർ ആണെങ്കിൽ അതെ നമുക്ക് അത്രയും നല്ല ക്ലോസ് ആയിട്ടാണ് നമ്മൾ എല്ലാ കസ്റ്റമറെയും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവരെല്ലാവരും നല്ല അഭിപ്രായമാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം 36 വർഷമായിട്ട് നമ്മൾ നെല്ലായിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങൾ വരാറുണ്ട് ഇടയ്ക്ക്. നമ്മളെ കൂട്ടുകാർക്കും പിന്നെ എൻ്റെ വീട്ടിലും ഞാൻ എടുത്തിട്ടുണ്ട് 1-2 പ്രാവശ്യം. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയുള്ള അത്യാവശ്യം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല കളക്ഷൻസാണ്. ഒറ്റപ്പാലം റോയൽ സിൽക്സിൽ ഓണം ഫെസ്റ്റിവലിന്റെ ഭാഗമായി റോഡ് ഷോയ്ക്ക് തുടക്കമായി. സബ് കളക്ടർ അൻജിത് സിംഗ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ വമ്പിച്ച ഡിസ്കൗണ്ടും ട്രെൻഡിംഗ് വസ്ത്രങ്ങളുമായി റോയൽ സിൽക്സും ഒരുങ്ങിക്കഴിഞ്ഞു. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഒറ്റപ്പാലത്ത് വസ്ത്രങ്ങളുടെ തറവാടായ റോയൽ സിൽക്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിക്കൊണ്ടാണ് ഈ പൊന്നോണത്തെയും വരവേൽക്കുന്നത്. ഓണം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള റോഡ് ഷോയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമായി. ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് റോഡ് ഷോ ഫ്ലാഗ് ഓഫ് ചെയ്തു. റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ അധ്യക്ഷനായി. യുണൈറ്റഡ് ചേംബർ പ്രസിഡന്റ് തോമസ് ജേക്കബ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. റോയൽ സിൽക്സ് പാർട്ണർമാരായ PV ഷാനവാസ്, PV ഷഹീസ്, P റമീസ്, മാനേജർ ഷഹീർ, റിഷാജ്, ഷെരീഫ് തുടങ്ങിയവരും പങ്കെടുത്തു. വസ്ത്രവിസ്മയങ്ങളുടെ തറവാടായ റോയൽ സിൽക്സിൽ ഓണത്തെ വരവേൽക്കാൻ ഇത്തവണയും ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വലിയ ശേഖരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. പാലക്കാട് പാമ്പാമ്പള്ളം ടോൾ പ്ലാസയ്ക്ക് സമീപം 1.8 ഗ്രാം മെത്താഫിറ്റമിനുമായി എറണാകുളം സ്വദേശി പിടിയിൽ. മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി ചെമ്പകത്തിനാൽ വീട്ടിൽ ശ്യാംദാസ് ആണ് പിടിയിലായത്. പാലക്കാട് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയും EI പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സും പാലക്കാട് IB ഇൻസ്പെക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ശ്യാംദാസ് പിടിയിലായത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണി, താഴേക്കോട്, നാട്ടുകൽ തുടങ്ങിയ ഭാഗങ്ങളിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാതയോരത്ത് പ്രതിഷേധിച്ചു. K മൂസ, P അബ്ദുൾ റസാഖ്, CP സലീം, PC ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. ഗണേശ സേവ ശ്രീകൃഷ്ണപുരം മേഖലാ സമിതിയുടെയും കാഞ്ഞിരംപാറ ജയ് ഗണേശ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം കാഞ്ഞിരംപാറയിൽ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിനോദ് കല്ലുവഴി ഉദ്ഘാടനം ചെയ്തു. NV ലാൽ അധ്യക്ഷനായി. NV രോഹിത്, ഉദയകുമാർ, ഡോക്ടർ ആകാശ്, NV മുരളീധരൻ എന്നിവർ സംസാരിച്ചു. 80ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടെസ്റ്റ് ഡ്രൈവിനിടെ വല്ലപ്പുഴ ചൂരക്കോട് നിന്നും ബുള്ളറ്റുമായി കടന്ന പ്രതി പിടിയിൽ. കോഴിക്കോട് ഫാറൂഖ് സ്വദേശി മുനീറിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് സമാനമായ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ്. ഗേറ്റും ജനലുകളും മോഷ്ടിക്കാനും കള്ളന്മാർ. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല ഹെൽത്ത് സെന്ററിന്റെ ഗേറ്റും ജനലുകളുമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് കെട്ടിടം. വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ അന്യരായി കഴിയേണ്ട അവസ്ഥയിൽ തെങ്കര കൈതച്ചിറ കൊമ്പംകുണ്ട് ആദിവാസി കുടുംബങ്ങൾ. ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ വീട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല. കൈവശമുള്ള ഭൂമിക്ക് രേഖ നൽകുകയോ രേഖയുള്ള സ്ഥലം മറ്റെവിടെയെങ്കിലും അനുവദിക്കുകയോ വേണമെന്ന് കുടുംബങ്ങൾ.
ഒറ്റപ്പാലം RS റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാത്തത് നഗരസഭയുടെ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതിക്കും തടസ്സമാകുന്നു. 29 കോടിയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പദ്ധതിയാണ് പ്രതിസന്ധി നേരിടുന്നത്. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ തെരുവ് നായ കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം. ദമ്പതികൾക്കും മകനും പരിക്ക്. മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം ഏലംകുളം കുന്നക്കാവിൽ പ്രവർത്തനം ആരംഭിക്കും. തിങ്കളാഴ്ച മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.